മേടം രാശി അശ്വതിയും ഭരണിയും കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗവും ചേർന്നിരിക്കുന്നതായ മേടം രാശിക്കാർക്ക് ലഗ്നാധിപനും അഷ്ടമാധിപനുമായിരിക്കുന്ന ചൊവ്വ ജന്മനാൽ 5-ാം ഭാവത്തിലാണ്. 5-ാം ഭാവത്തിൽ തന്നെ വ്യാഴനും ശുക്രനുമുണ്ട്. 6-ലായിട്ട് ബുധനും രാഹുവും, ഒക്ടോബർ 18 വരെ സൂര്യനും, അതിനുമേൽ സൂര്യൻ 7-ാം ഭാവത്തിലും, കർമ്മസ്ഥാനാധിപതിയും 11-ാം ഭാവാധിപതിയുമായ ശനി അഷ്ടമത്തിലും, കേതു 12-ലുമാണ്. ഗുണദോഷ സമ്മിശ്രമായിരിക്കുന്ന ഒരു മാസമായിരിക്കും ഈ മാസത്തിൽ അനുഭവമാവുക. സ്വന്തം കഴിവുകളെല്ലാം തന്നെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് നീങ്ങുന്നതിനും അവസരങ്ങൾ കണ്ടെത്തുവാനും സാധിക്കുന്നതാണ്. മനസ്സിന് സന്തോഷം പകരുന്നതായിരിക്കുന്ന രേഖകൾ കൈവശം ലഭിക്കാൻ ഇടയുണ്ട്. സന്താനാദികൾക്ക് ഭാവിയിലേക്ക് ഗുണകരമായിരിക്കുന്ന ചില സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുവാൻ ഈ മാസം കഴിയുന്നതാണ്. മാസം പകുതിക്ക് മേൽ ശാരീരികപരമായിരിക്കുന്ന അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യത കൂടുതലായുണ്ട്. പലതരത്തിലുള്ളതായിരിക്കുന്ന ദുർവ്യയം, ശത്രുക്കൾ മുഖാന്തരം അസ്വസ്ഥതകൾ, സഹായികളിൽ നിന്ന് മത്സരം എന്നിവ പ്രതീക്ഷിക്കാം. കാരണം സൂര്യന്റെ 7-ലോട്ടുള്ള സ്ഥിതി കുറച്ചൊരു ദോഷ ഫലമാണ് പ്രദാനം ചെയ്യുക. സർക്കാർ ജീവനക്കാർ, ഉന്നത ജോലിക്കായി പരിശ്രമിക്കുന്നവർ എന്നീ വ്യക്തികൾക്ക് ആഗ്രഹ സാഫല്യങ്ങൾ പ്രതീക്ഷിക്കാം. നേതൃസ്ഥാനത്ത് എത്തിച്ചേരുവാനുള്ളതായിരിക്കുന്ന ശ്രമങ്ങളും പൊതുവെ വിജയിക്കും. കണ്ണ് സംബന്ധമായിരിക്കുന്ന അസുഖങ്ങൾ, ശിരോസംബന്ധമായിരിക്കുന്ന അസുഖങ്ങൾ എന്നിവ പൊതുവെ ബുദ്ധിമുട്ടിപ്പിച്ചേക്കും. ഒരു പക്ഷേ ആശുപത്രിവാസവും വേണ്ടി വന്നേക്കാം. വിദ്യാർത്ഥികൾക്കും അധ്യാപന രംഗത്തുള്ളവർക്കും അത്ര കണ്ട് ഗുണകരമല്ല. എങ്കിലും കർമ്മമേഖലയിൽ പൊതുവെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. തന്റെ മേഖലകളിൽ കഴിവ് തെളിയിക്കാനും അതുവഴി മേലാധികാരികളിൽ നിന്ന് പ്രശംസ നേടുവാനും സാധിക്കുന്നതാണ്. പക്ഷെ കർമ്മപരമായിട്ട് സാമ്പത്തികപരമായുള്ള പുരോഗതികൾ കുറവായിരിക്കും. ഷെയർ രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾ അതിനാൽ തന്നെ കുറച്ചൊരു ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. ഗൃഹത്തിൽ സ്വസ്ഥത കുറവായിരിക്കും. അപ്രതീക്ഷിതമായിരിക്കുന്ന ധനനഷ്ട യോഗത്തിനും സാധ്യത പൊതുവെ കാണുന്നുണ്ട്. ദോഷപരിഹാരാർത്ഥമായി ഭഗവതിങ്കിൽ ലളിതാ സഹസ്രനാമാർച്ചന വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. മേടം രാശി അശ്വതിയും